കോഴിക്കോട് സ്വദേശി ദീപകിൻ്റെ മരണത്തിന് ഉത്തരവാദിയായ ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന സ്ത്രീ, അവൾ കാരണം ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇല്ലാതെയായി. ഷിംജിത എന്ന മോള് ബസ്സിൽ യാത്ര ചെയ്യുന്നു, അതിൻ്റെ ഇടയിൽ വീഡിയോ പകർത്തുന്നു. അത് ഈ പാവപ്പെട്ട മനുഷ്യൻ അതിനകത്ത് വന്ന് കയറിയ ദീപകിൻ്റെ വീഡിയോ ആയിരുന്നു. എവളെ ഒന്നും ചെയ്യാതെ നിന്നിട്ട് പോലും എവളെ ദേഹത്ത് എവള് കൊണ്ടുവച്ചൊരച്ചിട്ട് ആ പയ്യനാണ് എവളെ ഉപദ്രവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് എവള് വീഡിയോ പകർത്തി. 7ഓളം വീഡിയോകൾ എവള് പകർത്തുകയും ഇത് ദീപക് അറിഞ്ഞു. അതിൻ്റെ വിഷമം കാരണം പുള്ളി ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അമ്മയ്ക്കും അച്ഛനും ഒരേ ഒരു മകനായിരുന്നു. അതാണ് ഏറ്റവും വലിയ സങ്കടം. സുഖമില്ലാത്ത അമ്മയെയും അച്ഛനെയും ശുശ്രൂഷിക്കുന്നതും അതുപോലെ അവരെ പൊന്നുപോലെ നോക്കുന്ന ഒരു മകനായിരുന്നു ഈ ഒരു മകൻ. ഈ മകനെയാണ് ഈ ഷിംജിത മുസ്തഫ എന്ന് പറയുന്ന ഈ സ്ത്രീ ഇല്ലാതാക്കിയത്. 2 ആഴ്ചക്കകത്ത് വെച്ചിട്ട് ഇവളെ പിടിച്ചുകൊണ്ട് പോവുകയും അതിൻ്റെ ഇടയിൽ ഇവളെ സംരക്ഷിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇവള് പാർട്ടിയിലും ഇതിലുമൊക്കെ ഉള്ളവളായിരുന്നു. എങ്ങനെയോ എന്തോ എവിടെയൊക്കെയോ കൊണ്ടിട്ട് ഇവളെ പിടിച്ചുകൊണ്ട് പൊക്കിയെടുത്തോണ്ട് പോയെന്നും പറഞ്ഞും കൊണ്ട് VIP പരിഗണനയോടുകൂടി ഉദ്യോഗസ്ഥന്മാരുടെ കാറിൽ ഇവളെ കൊണ്ടുപോകുന്നു. ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം അവിടെ അവളെ ജയിലിൽ അങ്ങാണ്ട കൊണ്ടിട്ടു. അതിനുശേഷം ഇവളെ ജാമ്യത്തിൽ ഇറക്കി വിടുകയാണ് ചെയ്തത്. പിന്നെ ഒരു അനക്കവും ഇല്ല. ആ അച്ഛനും അമ്മയ്ക്കും നീതി കിട്ടിയതുമില്ല. അവരെ മകൻ പോയി, അത് നഷ്ടപ്പെട്ടു. അവളിപ്പം വിലസി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. അവൾ വീഡിയോ ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഇവള് ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഞാൻ ഇതിൽ വയ്ക്കാം. ഇവളെ പഴയ ട്രാക്കിൽ തന്നെ ഇവള് തുടരും. അപ്പോഴും ഇവള് പഴയതുപോലെ തുടരാനാണ് ഇവളെ ഉദ്ദേശം. ഷിംജിത മുസ്തഫ എന്ന പേര് ഒരു ഞെട്ടലോടെയല്ലാതെ നമുക്ക് കേൾക്കാൻ കഴിയില്ല. ഒരു സ്വകാര്യ ബസ്സിൽ കയറി കോഴിക്കോട് ഗോവിന്ദാപുരത്തുള്ള ദീപക് എന്ന ചെറുപ്പക്കാരൻ്റെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അത് മോശമായി സമൂഹമാധ്യമത്തിൽ പങ്കുവയ്ക്കുകയും അതിൽ മനം നൊന്ത് ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തതുമൊന്നും നമ്മൾ മറന്നിട്ടില്ല. അന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഇവള് പോസ്റ്റ് ചെയ്ത് ഇവളെ ഇൻസ്റ്റ വഴി പോസ്റ്റ് ചെയ്തു. ഇവള് അതിൽ നിന്നും വൈറലാവാൻ വേണ്ടിയിട്ട് ഇവള് പോസ്റ്റ് ചെയ്തതാണ്. ലോകത്തുള്ള ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഇവള് ചെയ്തതാണ്. ഇവള് മനഃപൂർവ്വമാണ് അവനെ കൊന്നത്. ഇവള് തന്നെയാണ് അവനെ കൊന്നത്. തെറ്റുകാരനല്ലാത്ത ഒരു പയ്യൻ അവനെ തെറ്റുകാരനാക്കി ചിത്രീകരിച്ച് ജനങ്ങളെ മൊത്തവും അറിയിച്ച് അവൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് ലക്ഷങ്ങളാണ് കണ്ടത്. ഇവക്ക് നല്ല വ്യൂസുമായി ഇവളങ്ങ് കയറിപ്പോവുകയും ചെയ്ത്. അതിനെന്ത് ഇവള് ഇവളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ ഇവള് നല്ലതുപോലെ വൈറലായി. ലോകത്തുള്ള ജനങ്ങൾ മൊത്തത്തിൽ ജനങ്ങൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറി ഈ ഷിംജിത മുസ്തഫ. അതിന് വേണ്ടിയിട്ടായിരുന്നു ഇവള് കോളിളക്കമുണ്ടാക്കിയിരുന്നു. ദീപകിന്റെ അമ്മ പരാതി കൊടുത്തതിനു ശേഷമാണ് പിന്നീട് ഇവൾക്കെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തത്. പിന്നീട് ഇവളെ പോലീസ് അറസ്റ്റ് ചെയ്തു, കോടതി റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയച്ചു. കുറേ നാൾ ജയിലിലും കിടന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യമൊന്നും പറയണ്ടല്ലോ. അവരെ ആ ഉദ്യോഗസ്ഥന്മാരെ വാഹനത്തിൽ തന്നെ കൊണ്ടുപോകുന്നു, സംരക്ഷിച്ചിരുത്തുന്നു. എന്തെല്ലാണ് അവൾക്ക്. എന്നിട്ട് ജയിലിനകത്ത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ജയിലിൽ എന്നിട്ട് അവിടെ അവൾക്ക് നല്ല ഫുഡൊക്കെ കൊടുത്ത് നല്ലതുപോലെ കട്ടിലും മെത്തയൊക്കെ കൊടുത്ത് നല്ല സംരക്ഷണമാണ് അതിനകത്ത് കിട്ടിയത് അവൾക്ക്. ഇങ്ങനെയുള്ളവർക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. അതിനുശേഷം ജാമ്യത്തിലിറങ്ങിയിട്ട് കുറച്ചു നാളുകൾക്ക് ശേഷം വീണ്ടും പോസ്റ്റുകളുമായി സമൂഹ മാധ്യമത്തിൽ സജീവമാകാൻ ശ്രമിച്ചു ഷിംജിത മുസ്തഫ. പക്ഷേ ഷിംജിതയുടെ പോസ്റ്റുകൾക്ക് താഴെ തെറിയുടെ പൂരമാണ് എന്നതാണ് രസം. ഇവക്ക് തെറിയല്ല, ഇവളെ കാണണമെങ്കിൽ ഇവളെ ജനങ്ങൾ കവിളി മടലിന് അടിക്കണം. ഇവക്ക് വേറെ ആരെയും കിട്ടിയില്ല. അത് ഇവള് തെരഞ്ഞ് ആ ബസ്സിൽ ഇത്രയും ജനങ്ങൾ ഇടിച്ചു നിൽക്കവേ ഇവള് ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ മണ്ടയിൽ ചെന്ന് കയറിയത്. അവനെ അങ്ങോട്ട് കൊണ്ടിട്ട് അവളെ ശരീരം ഇട്ട് ഒരപ്പിച്ച് ആ പാവം മനുഷ്യൻ തിരിഞ്ഞങ്ങോട്ട് നിൽക്കണം. ആ മനുഷ്യൻ്റെ കൈ ഇങ്ങനെ ഇരിക്കണം. ആ കയ്യിൽ കൊണ്ടിട്ട് ഇവള് ഒരച്ച് അവൻ്റെ കൈ തട്ടാതിരുന്നപ്പോൾ ഇവള് തിരിഞ്ഞ് നിന്നോണ്ട് അവൾ ഒരയ്ക്കുകയാണ് ചെയ്തത്. മനഃപൂർവ്വം അവൾ കൊന്നതാണ്. ഇപ്പം വല്ല ഇതാ ഏതെങ്കിലും ഒരു മീഡിയയിലാവട്ടെ ഈ ദീപകിൻ്റെ കാര്യം വല്ലതാ പറയുന്നുണ്ടോ? ആ ദീപക് മരിച്ചു.
ആ അച്ഛനും അമ്മയ്ക്കും ഇല്ലാതായി. അവരിന്നും വേദനയോടുകൂടി കഴിയുന്നു. ആരൊക്കെയോ കൊടുക്കുന്ന, ആരൊക്കെയോ അവരെ സംരക്ഷിക്കുന്ന ആ പാവം അച്ഛനും അമ്മയും. അങ്ങനെയാണ് അവർ കഴിഞ്ഞു പോണത്. ജയിലിൽ കിടന്നെന്നുള്ള പേരിൽ നീ പോയി കിടന്നിട്ട് നീ വന്നിട്ട് നീ സുഖിച്ച് അവിടെ കിടക്കുകയല്ലേ എങ്കിൽ എന്നാ ഷിംജിത മുസ്തഫ നീ കൊണ്ടുവന്ന് അവർക്ക് ആ അച്ഛനും അമ്മയും നീ നോക്ക്. നിന്റെ വകയും സ്വത്തും എല്ലാം കൂടെ അവർക്കങ്ങ് എഴുതിക്കൊടു. അവരിനി എങ്ങനെ ജീവിക്കണത്? ഷിംജിത പക്ഷേ ഇതിലൊന്നും തളർന്നില്ല. അവർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഫേസ്ബുക്കിൽ ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് ഇങ്ങനെയാണ്. ഒരു 5 ദിവസം മുൻപാണ് ഈ പോസ്റ്റ് ചെയ്തത്. ഇടയ്ക്കൊക്കെ ചില റിപ്പോർട്ട് ലവേഴ്സ് കാരണമായി ചെറിയ ബ്രേക്സ് കിട്ടാറുണ്ട്. കഥയിൽ ചെറിയ ട്വിസ്റ്റുകൾ ഉണ്ടാകും. ചിലർക്ക് ഇഷ്ടപ്പെട്ടേക്കാം, ചിലർക്ക് അല്ല. പക്ഷേ ഞാൻ എൻ്റെ ട്രാക്കിൽ തന്നെ വേക്കസ് ആൾവേസ് ബിറ്റ്വീൻ ദീസ് പോയിന്റഡ് വാൾസ് ഓഫ് വടകര ഐ സാറ്റ് സ്റ്റിൽ. ഇതാണ് ഷിംജിതയുടെ കുറിപ്പ്. ഇതിനു താഴെയും തെറിയുടെ അഭിഷേകമാണ്. പക്ഷെ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്നതാണ് ഷിംജിത. അവൾക്കൊരു കൂസലും ഇല്ല. അവളിങ്ങനെ പോസ്റ്റ് ഇട്ട് അവൾ പഴയതുപോലെ അവൾ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. പഴയ ട്രാക്കിലൂടെ തന്നെ അവൾ പോവും. അപ്പം അവൾക്ക് ഒരു കൂസലും ഇല്ല, അവൾക്കൊരു നാണക്കേടും ഇല്ല. ആ പയ്യൻ മരിച്ചതിൽ അവൾക്ക് ഒരു ദുഃഖവും ഇല്ല. ഭരതയ്ക്കകത്ത് കയറി ഇരുന്നിട്ട്, അതുവരെ അവൾ ഭരത ഇട്ടിട്ടില്ലാത്ത അവള് ഭരതയ്ക്കകത്ത് കയറി ഇരുന്നിട്ട് ഒരു മാസ്കും വെച്ച് അവളെ കണ്ണ് മാത്രമേ പിന്നെ കാണത്തുള്ളൂ. അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പം ഇവൾ അപ്പോഴെന്തിനവൾ ഭരതയിട്ട് മാസ്കും വെച്ച് ആരും അറിയരുത്, ആരും കാണരുത്? അതിന് മാത്രം അവൾക്ക് നാണക്കേട്. നിലപാട് കാരണം അതിനൊന്നും അവർ മറുപടി കൊടുത്തിട്ടില്ല. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഷിംജിതയും ഒരു കുറ്റകൃത്യം ചെയ്തു. ഇപ്പോഴും കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോസ്റ്റ് ഇടുന്നതൊക്കെ ഷിംജിതയുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഞാൻ എൻ്റെ ട്രാക്കിൽ തന്നെയാണ് എന്ന വാചകങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് കേൾക്കുന്നവർക്ക് തോന്നുന്നു അതാരായാലും പ്രതികരിക്കും. നിന്റെ ട്രാക്കിൽ തന്നെ എന്ന് പറയുമ്പോൾ ജനങ്ങൾ വിചാരിക്കണം പഴയതുപോലെ ദീപകിനെ ഉപദ്രവിച്ചതുപോലെ ഷിംജിത ഇനിയും ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ് എന്ന് ജനങ്ങൾ വിചാരിക്കും. ഒരു ഭീഷണിയായിട്ടാണ്. ഇനി ഒരാളുടെ ജീവൻ എടുക്കരുത് എന്ന തരത്തിലുള്ള കമൻറ്റുകൾ പോലും ഷിംജിതയുടെ പോസ്റ്റിനു താഴെ വരുന്നുണ്ട്. പഴയ ട്രാക്കിൽ തന്നെയാണെങ്കിൽ പിന്നെ പോലീസിന്റെ ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. നാട്ടുകാർ തന്നെ അതിനുള്ള പരിഹാരം കണ്ടോളും. സത്യം, ഇനി നാട്ടുകാരാണ് ഇവിടെ കൈവയ്ക്കാനുള്ളത്. നാട്ടുകാർ കൈകാര്യം ചെയ്യണം, അല്ലാതെ ഇങ്ങനെയുള്ള കേസുകളിലൊന്നും വിട്ടുകൊടുക്കരുത്. ഇതിനുശേഷം ഈ ഷിംജിത മുസ്തഫ ഇങ്ങനെ ഈ ബസ്സിനകത്ത് ഇങ്ങനെ ഒരു വീഡിയോ പകർത്തിയതിന് ശേഷം എന്തുമാത്രം അതിക്രമങ്ങൾ ഈ ബസ്സിനകത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഒന്നിനും പെൺകുട്ടികൾക്ക് പ്രതികരിക്കാൻ പോലും പേടിയാണ്. പിന്നെ ഒരു വീഡിയോ അവന്മാർ എന്ത് കാണിച്ചാലും, എന്ത് തെണ്ടിത്തരം, എന്തെല്ലാം ബസ്സിനകത്തിരുന്നും കൊണ്ട് നഗ്നതാ പ്രദർശനം ഇങ്ങനെയൊക്കെയുള്ള ഈ അവന്മാരിരുന്ന് കാണിക്കുന്നുണ്ട്. എന്നിട്ട് അതുപോലും വീഡിയോ പെൺകുട്ടികൾക്ക് പകർത്താൻ പേടിയാണ്. പകർത്തി ഉള്ള കാര്യം പകർത്തി അത് എന്തെങ്കിലും നടപടി എടുക്കാമെന്ന് വിചാരിച്ചാൽ പോലും അത് വിശ്വസിക്കൂല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പെൺപിള്ളേർക്ക് പേടിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രെയിനിനകത്ത് കണ്ടില്ലേ എന്തെല്ലാം ക്രൂരതകളാണ് ട്രെയിനിൽ നടക്കുന്നത്. ബസ്സിനകത്ത് പിന്നും എന്തെല്ലാം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നിരപരാധിയായ ഒരു പയ്യനെയാണ് ഇവളിങ്ങനെ ചെയ്തത്. അതിൻ്റെ പേരിൽ ഉള്ളത് ചെയ്യണ അവന്മാരെ വീഡിയോ പോലും എടുത്ത് പെൺപിള്ളേർക്ക് പോസ്റ്റ് ചെയ്യാനോ അഥവാ അത് പോലീസിലെ ഏൽപ്പിക്കാനോ ഒക്കെ പേടിയാണ്. വീഡിയോ എടുക്കാനും പകർത്താനും പേടിയാണ് ഇപ്പോൾ പെൺപിള്ളേർക്ക്. ഞാൻ ദീപകിൻ്റെ വീട്ടിൽ പോയതാണ്. അയാളുടെ അച്ഛനമ്മമാരുടെ ദൈന്യത കണ്ടതാണ്. ആ അച്ഛനമ്മമാരുടെ ഒരേ ഒരു മകനായിരുന്നു ദീപക്. അവരുടെ ഒരേ ഒരു ആശ്രയമായിരുന്നു ദീപക്. ആ ദീപകിനെയാണ് ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താൽ കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിനു വേണ്ടിയും ഇവൾ കൊന്നുകളഞ്ഞത്. ഷിംജിതയുടെ അറസ്റ്റോടെ ഇത്തരക്കാർ ഒന്ന് ഒതുങ്ങിയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും തലപൊക്കിയിട്ടുണ്ട്. സമൂഹ മാധ്യമത്തിലൂടെ വലിയ വെല്ലുവിളികളാണ് ചിലർ നടത്തുന്നത്. ചിലരുടെ ദൃശ്യങ്ങൾ പകർത്തി പുറത്തുവിടുന്നവരുമുണ്ട്. ഇതൊക്കെ കൈകാര്യം ചെയ്യാനാണ് ഇവിടെ നിയമ സംവിധാനമുള്ളത്. ഇവളെ ഈ വിഷയത്തിന് ശേഷം പെൺപിള്ളേരെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുള്ള ഒരിതായി മാറി. ഞരമ്പ് രോഗികൾ എത്രയേ എണ്ണം ബസ്സിനകത്ത് കയറി കിടന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടണ്. അപ്പോഴേ അവിടെയെങ്ങും പിന്നെ പെൺപിള്ളേർക്ക് ഒരു വിലയില്ലാതായി. ഈ നാറിച്ച് കാരണം പെൺപിള്ളേർക്ക് ഒരു വിലയില്ലാതായി. അവർ പറയണതൊന്നും വിശ്വസിക്കാതെയായി. ഉള്ളത് പറഞ്ഞാലും അത് വെറുതെ ആണെന്നുള്ള ഒരിതായി.
പക്ഷെ അതൊന്നും ചിലർക്ക് ബാധകമല്ല. ഇനി അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിഞ്ഞോളും. എന്തായാലും ഷിംജിത വീണ്ടും കളത്തിലിറങ്ങിയ സ്ഥിതിക്ക് ബസ്സിലും മറ്റ് പൊതു ഇടങ്ങളിലുമൊക്കെ പോകുന്ന ചെറുപ്പക്കാർ ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. ഇവള് വീണ്ടും ഫേസ്ബുക്കിൽ ഇവള് പോസ്റ്റ് ഇട്ടായിരുന്നു. പിന്നെ അതുപോലെ ഇൻസ്റ്റയിൽ ഇവള് ആക്റ്റീവാണ്. ഇവള് സോഷ്യൽ മീഡിയ ഇവള് ആക്റ്റീവാണ്. പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയോ അല്ലെങ്കിൽ പിന്നെ ആ ബസ് അവിടെ നിർത്തി അതിനെ ചോദ്യം ചെയ്യുകയോ ചെയ്തെങ്കിൽ ഈ പാവം മനുഷ്യൻ ഇങ്ങനെ ചെയ്യൂലായിരുന്നു. അത്രയ്ക്കും ഇവള് നാണം കെടുത്തി. ഇവള് കൂട്ടുകാരന്മാരാണ് ഇങ്ങനെ അറിയിക്കണം. നോക്കുമ്പോൾ നിമിഷങ്ങൾക്കകം ഇതിങ്ങനെ വൈറലായി അങ്ങ് പോവുകയാണ് ഇവള് പോസ്റ്റ് ചെയ്തത്. ദീപക് തെറ്റുകാരനല്ല എങ്കിൽ പിന്നെ എന്തിന് ദീപക് ഇത് ഇങ്ങനെ ചെയ്തു? ആ അമ്മയും അച്ഛനെങ്കിലും ഓർമ്മിക്കാമായിരുന്നല്ലോ, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കാം എന്ന് വിചാരിക്കണമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ യവന് നാണക്കേടായി. ജനങ്ങൾ മൊത്തത്തിൽ അറിഞ്ഞ്. സത്യം പറയാൻ തമിഴ് ചാനലുകളിലും എവിടെയെല്ലാം വന്ന് എത്രയോ തമിഴന്മാരൊക്കെ തമിഴ്നാട്ടിൽ കിടക്കണ ഒരു വീഡിയോ ചെയ്ത്. ഈ സ്ത്രീ ഇനിയും ഒരുപാട് പേര് ഈ സ്ത്രീ ഇതുപോലെ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇവള് ഇട്ട പോസ്റ്റിൻ്റെ ഒരു കമൻ്റ് ഉണ്ട്. ഒരു കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്ന ദീപക് എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതം അവസാനിക്കാൻ കാരണമായ വ്യക്തി ഷിംജിതയെ ആരും മറന്നില്ലല്ലോ. ഇവളുടെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് ആണ്. ഞാൻ അന്നേ പറഞ്ഞതാണ്, ഏറിപ്പോയാൽ 1 മാസം ജയിലിൽ കിടന്നാൽ തന്നെ വലിയ ഭാഗ്യം ആണെന്ന്. ഉടൻ പുറത്തു വരും എന്നൊക്കെ അന്ന് പലരും പറഞ്ഞിരുന്നു. ഇറങ്ങിയാലും ഇവൾക്ക് ഇനി ഇവിടെ ജീവിക്കാൻ കഴിയില്ല, രാജ്യം വിടേണ്ടി വരും എന്നൊക്കെ. ഞാൻ തന്നെ പറഞ്ഞിരുന്നു ഇവളൊക്കെ ഉടൻ പുറത്തിറങ്ങുകയും ചെയ്യും, നല്ല കൂളായിട്ട് ഇവിടെ ജീവിക്കുകയും ചെയ്യും എന്ന്. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു? സത്യം ഇവൾ 1 മാസമോ അങ്ങോട്ട് വെറുതെ പിടിച്ചുകൊണ്ടിട്ടിരുന്നതാണ്. ഇവളെ സംരക്ഷിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ സ്ത്രീ ഇനി യാദൃച്ഛികമായിട്ട് എവിടെയെങ്കിലും വെച്ച് ബസ്സിൽ കയറുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ആ ബസ്സിൽ നിന്ന് അങ്ങ് ഇറങ്ങിക്കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ജീവിതം അവതാളത്തിലാവും. ഈ സ്ത്രീ നശിപ്പിക്കും, ഈ സ്ത്രീ ഇല്ലാതാക്കും. അതിന് വേണ്ടി ഇവള് വെല്ലുവിളിച്ചുള്ള പോസ്റ്റാണ് ഇവള് സോഷ്യൽ മീഡിയയിലൂടെ ഇട്ടിരിക്കുന്നത്. ഇവൾ ഇനി ഇതുപോലെ തന്നെ ഇവൾ തുടർന്നുകൊണ്ടിരിക്കും. ഇവൾ ഇനിയും ഓരോരുത്തരെ ഇല്ലാതാക്കും. അതിന് വേണ്ടിയാണ് ഈ മോള് പോസ്റ്റ് ഇട്ടിരിക്കണമെന്ന് എല്ലാവരും ഓർത്തോളണം.